മരിച്ചിട്ട് നിന്റെ മയ്യത്ത് പള്ളിക്കാട്ടിൽ കൊണ്ടുവന്ന് വെക്കുകയാണ്. ആ കാണും പള്ളിക്കാട്ടിൽ ഒരു നാളില് നമ്മൾ പോണ്ടേ, എന്താന്നറിവില്ലേലോ, എന്തായാലും നമ്മൾ പോണ്ടേ. ആ വിജനമായ മരുഭൂമി, ആ വിജനമായ കാട്ടില് കല്ല് മുള്ള് നിറഞ്ഞ കൂരിരുട്ടുള്ള കാട്ടില് വിജനമായ ഖബറ്. ആലോചിക്കും മുഅ്മിനേ, കൂട്ടുകാരില്ല, ഫ്രണ്ട്ഷിപ്പിന്റെ വലയങ്ങളില്ല, വാട്സപ്പിന്റെ ഗ്രൂപ്പുകളില്ല, ഫേസ്ബുക്കിന്റെ കൂട്ടുകെട്ടില്ല, ആരാരുമില്ലാത്ത വിജനമായ പള്ളിക്കാട്, ഇരുളാൽ നിറഞ്ഞ വീട്ടിൽ, മുള്ളാൽ നിറഞ്ഞ കാട്ടിൽ പൊന്നെ നിന്നെ കീടത്തി ഞങ്ങൾ പിരിഞ്ഞു പോയി. ആ ഏകാന്തമായ കാട്ടില്, ആ കൂരിട്ടുള്ള കാട്ടില് ഒന്ന് തിരിയാൻ പറ്റൂലല്ലോ, ഒന്ന് മറിയാൻ പറ്റൂലല്ലോ. വലത് കവിൾത്തടത്തിൽ നിന്ന് കഫൻ തുണി മാറ്റുകയാണ്. ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുന്നത്താക്കിയ താടി വടിച്ചു കളഞ്ഞവരെ, പൊന്നുപങ്ങളെ, നീ എന്തിനാ റോസ് പൗഡർ ഇട്ടത്? നീ എന്തിനാ ലിപ്സ്റ്റിക് തേച്ചത്? നീ എന്തിനാ ഫേസിന്റെ ഭംഗി കൂട്ടിയത്? മറ്റുള്ളവരൊന്ന് കാണട്ടെ, ആസ്വദിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടല്ലേ എത്ര മണിക്കൂറാണ് ഫേസിന്റെ ഭംഗിക്ക് വേണ്ടി നീ ബ്യൂട്ടി പാർലറുകളിൽ ചിലവഴിച്ചത്? എത്ര ആയിരങ്ങളാ ചിലവഴിച്ചത്? എത്ര സമയമാ കണ്ണാടിക്ക് മുമ്പിൽ പോയിരുന്നത്? നിന്റെ മുഖത്തിന്റെ സൗന്ദര്യം കണ്ടിട്ട് നിനക്ക് തന്നെ അഹങ്കാരം തോന്നിയോ? എന്നാൽ പൊന്നുമോളെ, നിന്നെ ഖബറിൽ കൊണ്ടുപോയി കിടത്തുന്ന കിടത്തമുണ്ടല്ലോ, നിന്റെ വലത് കവിൾത്തടത്തിൽ നിന്ന് കഫൻ തുണി മാറ്റുകയാ, നിന്റെ വലത് കവിൾത്തടത്തിൽ നിന്ന് കഫൻ തുണി മാറ്റുകയാ. എന്നിട്ടാ വലത് കവിൾത്തടമുണ്ടല്ലോ, അത് പച്ച മണ്ണിനോട് ചേർത്ത് വെക്കുകയാണ്. മണിയറയിൽ മണവാട്ടിയോടൊത്ത് ഒട്ടിച്ചേർന്ന് കിടന്നവനെ, മണ്ണറയിൽ ഇതാ നീ മണ്ണിനോടൊട്ടിച്ചേർന്ന് കിടക്കുകയാണ്. ആലോചിച്ചോളൂ, ആലോചിച്ചോളൂ. മണിയറയിൽ മണവാട്ടിയുടെ മണം നുകർന്ന് കിടക്കുമ്പോ ഒന്ന് ചിന്തിക്കുമോ? റബ്ബേ, ഇന്ന് ഇശാ നിസ്കരിച്ചില്ലല്ലോ, ഇന്ന് മഗ്രിബ് നിസ്കരിച്ചില്ലല്ലോ, ഇന്ന് അസ്ർ നിസ്കരിച്ചില്ലല്ലോ, ഇന്ന് ളുഹ്ർ നിസ്കരിച്ചില്ലല്ലോ റബ്ബേ എന്ന് ചിന്തിക്കുമോനെ? എന്നിട്ട് റബ്ബേ, നാളത്തെ നേരം വെളുക്കുമ്പോ ഒരു പക്ഷേ ഞാൻ മണ്ണിനോട് ഒട്ടിച്ചേർന്ന് മണ്ണിന്റെ മണം നുകർന്ന് കിടക്കേണ്ടവനായിരിക്കുമോ? മണ്ണിന്റെ മണം നുകർന്ന് കിടക്കേണ്ടവനായിരിക്കുമോ? എടാ, കല്യാണത്തിന് മറ്റുള്ളവർക്ക് സദ്യ വിളമ്പിയവനെ, മറ്റുള്ളവരെ സൽക്കരിച്ചവനെ, മറ്റുള്ളവർക്ക് വിഭവം കൊടുത്തവനെ, ഖബറിന്റെ അകത്ത് പുഴുക്കൾ നിന്നെ വിഭവമാക്കുകയാണ്. ഖബറിന്റെ അകത്ത് നീ വിഭവം വിളമ്പുന്നില്ല, നിന്നെ വിഭവമാക്കുകയാണ്. പാമ്പും പുഴുക്കളോ താവളം പെരുത്തുണ്ടതിൽ, സന്തോഷമാണവകൾക്ക് നീ ചെല്ലുന്നതിൽ. കാർഡില്ല റേഷൻ വേണ്ട പോലതിലുണ്ട്, ക്യൂഷിഷ്ടമില്ല തള്ളലാണത് കൊണ്ട്. പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ. ആലോചിച്ചോളൂ മുഅ്മിനീങ്ങളെ, ചിന്തിച്ചോളൂ മുഅ്മിനാത്തുകളെ.
ആലോചിക്ക് മണ്ണിലങ്ങ് കൊണ്ടുപോയി കിടത്തിയാൽ നിന്റെ ശരീരം അതാ പുഴുക്കള് വിഭവമാക്കുകയാ. നിന്റെ ഖബറിന്റെ ഭിത്തികൾ തുറക്കപ്പെടുകയാണ്. ആ ഭിത്തിയിൽ നിന്ന് ആയിരക്കണക്കിന് പാമ്പുകളും പുഴുക്കളും തേളുകളോ ക്ഷുദ്രജീവികളും നിന്റെ ശരീരത്തിലേക്ക് പാഞ്ഞെടുക്കുകയാണ്. നീ കട്ടക്കെടുത്ത് കഴപ്പിച്ചെടുത്ത ശരീരമല്ലടാ. നീ ജിമ്മിനും ജിംനേഷ്യത്തിനും പോയിട്ട് മസിൽ പവർ കൂട്ടിയതല്ലേ പെങ്ങളെ. നിന്റെ പർദ്ദ ടൈറ്റ് ഫിറ്റ് ആക്കിയത്, നിന്റെ ഡ്രസ്സുകൾ ബോഡി ഷേപ്പ് ആക്കിയത്, നിന്റെ ശരീരത്തിന്റെ ആകാര വടിവ് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയല്ലേ. എന്നാൽ ആകാര വടിവുള്ള ശരീരമതാ പുഴുക്കള് തിന്നുകയാണ്, പുഴുക്കള് തിന്ന് തീർക്കുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദര, പുഴുക്കളുടെ വിഭവമാവാതിരിക്കാൻ അല്ലാഹുവിന്റെ അടുക്കലേക്ക് വിഭവങ്ങൾ ഒരുക്കണേ, വിഭവങ്ങൾ ഒരുക്കണേ. മോനെ, മണിയറയിൽ മണവാട്ടിയെ കാത്തിരിക്കുന്നവനെ, മധുവിധുവിന്റെ തേരിലേറിയിട്ട് നിലാപക്ഷിയെ പോലെ പാറി പാറി രസിക്കാൻ മണിയറക്കകത്ത് മണവാട്ടിയെ കാത്തിരിക്കുന്നവനെ, എടാ ഖബറിന്റെ അകത്ത് മണ്ണറയിലെ നിന്നെ നീ തേടിയിരിക്കുന്നത്, നീ കാത്തിരിക്കുന്നത് മണവാട്ടിയല്ല, മുൻകർ നകീർ അലൈഹിമുസ്സലാം. മുൻകർ നകീറാണ്. കല്യാണത്തോടെ പുതിയ ജീവിതം തുടങ്ങുന്നവനെ, മരണത്തോടെ പുതിയൊരു ജീവിതമാണ്. ആ ഖബറിന്റെ അകത്തിന് എത്രയെത്ര ഭീകരമായ ലക്ഷ്യങ്ങളാ, ഭീകരമായ കാര്യങ്ങളാ, പറയാൻ സമയമില്ലല്ലോ. അള്ളാന്റെ പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് പഠിപ്പിച്ചില്ലേ, ഖബറിന്റെ അകത്ത് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ നിസ്കരിച്ചവനെ, നോമ്പനുഷ്ഠിച്ചവനെ, ഹറാം കാണാത്തവനെ, എടാ അവയവങ്ങളെ കൊണ്ട് ഹറാം ചെയ്യാതെ ജീവിച്ചവനെ, നിന്റെ മണ്ണറ അത് മണിയറയാണ്. നീ ഗീബത്ത് പറഞ്ഞില്ലല്ലോ, നീ നമീമത്ത് പറഞ്ഞില്ലല്ലോ. നിന്റെ മുൻകർ നക്കീറൊക്കെ വന്നു പോയി കഴിഞ്ഞാൽ ഖബറിന്റെ അകത്ത് എത്രയോ പറയാനുണ്ട്. ഖബറിന്റെ ആദ്യ രാത്രി എന്ന ഈ വിനീതന്റെ പ്രഭാഷണത്തിന്റെ യൂട്യൂബ് ക്ലിപ്പ് എടുത്തിട്ടൊന്ന് കേട്ടു നോക്ക് ചെറുപ്പക്കാരാ. എത്രയെത്ര അനുഭവങ്ങളാ, എത്രയെത്ര സംഭവങ്ങളാ ഖബറിന്റെ അകത്ത്. പറയാൻ സമയമില്ലല്ലോ. മുൻകർ നകീറിന്റെ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് മുൻകർ നകീർ അങ്ങ് പോയി കഴിഞ്ഞാൽ നീ നിസ്കരിച്ചോ, നീ നോമ്പനുഷ്ഠിച്ചോ, നീ അല്ലാഹു ഇഷ്ടപ്പെടുന്ന ഹബീബായ തങ്ങൾ ഇഷ്ടപ്പെടുന്ന മാർഗത്തിൽ ജീവിച്ചോ, നിന്റെ ഖബറിന്റെ അകത്തേക്ക് കടന്നു വരുന്നു ഏറ്റവും സുന്ദരനായ, ഏറ്റവും മനോഹരനായ, നീ കണ്ടതിൽ വെച്ച് ഏറ്റവും സുന്ദരനായ ഒരാൾ കടന്നു വരികയാണ്. ആ മനുഷ്യൻ നിന്നോട് സലാം പറയുകയാണ്. എന്തോ ഒരു മനോഹാരിത, എന്തോ ഒരു ഭംഗിയാ. ഖബർ കിടക്കുന്ന സാലിഹായ, നിസ്കരിച്ച നോമ്പനുഷ്ഠിച്ച സൽക്കർമ്മിയായ മനുഷ്യന് ചോദിക്കുന്നു, നിങ്ങളാരാ, നിങ്ങളാരാണ്? ആ സമയത്ത് ഈ വന്ന ആള് പറയുന്നു, മോനെ ഞാൻ ആരെന്ന് നിനക്കറിയില്ലടാ, ഞാൻ ആരെന്ന് നിനക്കറിയില്ലേ. നീയല്ലേ എന്നെ പടച്ചത്, നീയല്ലേ എന്നെ സൃഷ്ടിച്ചത്, നീയല്ലേ എന്നെ ഇത്ര മനോഹരമാക്കിയത്. ആ സമയത്ത് ഖബർ കിടക്കുന്ന ആള് ചോദിക്കുകയാണ്, അല്ലാഹുവേ ഞാൻ എങ്ങനെയാ നിന്നെ പടക്കുക? ഞാൻ കേവലം പടച്ചത്
തമ്പുരാന്റെ ഒരു സൃഷ്ടി മാത്രമാ, എനിക്ക് സൃഷ്ടിക്കാൻ കഴിവില്ലല്ലോ, എനിക്ക് നിന്നെ മനോഹരമാക്കാനാവതില്ലല്ലോ, ഞാൻ വെറും മഖ്ലൂഖാണ്, ഖാലിഖ് അല്ലാഹുവല്ലേ. ആ സമയത്ത് ഖബറിന്റെ അകത്തേക്ക് കടന്നു വന്ന ഈ സ്വാലിഹായ, ഈ നല്ല മനോഹരമനായ ആള് പറയുകയാണ്, മോനെ നീ നിസ്കരിച്ച നിസ്കാരമാണടാ, നീ അനുഷ്ഠിച്ച നോമ്പാ, നീ ചെയ്ത സൽക്കർമ്മങ്ങളാണ്. നീ ഏതേത് സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോഴും എന്റെ ശരീരം മനോഹരമായിക്കൊണ്ടേയിരുന്നു, ഏറ്റവും ഭംഗിയുള്ളതായിക്കൊണ്ടേയിരുന്നു, ഏറ്റവും സുന്ദരമായിക്കൊണ്ടേയിരുന്നു. നീ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിനനുസരിച്ച് ഞാൻ ഇങ്ങനെ മൊഞ്ച് കൂടി 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 വന്നുകൊണ്ടേയിരുന്നു. ഞാൻ എന്തിനാണ് വന്നതെന്നറിയോ? ഖബറിന്റെ അകത്ത് നിനക്കുള്ള കൂട്ടുകാരനോ, ഖിയാമത്ത് നാൾ വരെ ഖബറിന്റെ അകത്ത് നിനക്കാനൊരു താങ്ങാണ്, തണലാണ്, തുണയാ. നം കനൗമതിൽ അറൂസ്, ഒരു പുതിയ ഉറങ്ങുന്ന പോലെ നീ ഉറങ്ങിക്കോ. മണിയറയിൽ മണവാട്ടിയിലെ മധുകർന്നിട്ട് നീ മതോന്മത്തനായി കിടന്നുറങ്ങുന്നൊരു പുതിയ ആപ്പിളയെ പോലെ നിന്റെ ഖബറിന്റെ അകത്തുറങ്ങിക്കോ.